ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തേർഡ് ഡേ ആണ്, ക്രാബിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇന്നലത്തെ വീഡിയോയിൽ നമുക്ക് പ്രൈവറ്റ് ഐലൻഡ് ടൂറിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. നമ്മൾ പ്രൈവറ്റ് ബോട്ട് ഐലൻഡ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ടാക്സി വന്നിട്ട് നമ്മളെ ഹോട്ടലിലോട്ട് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും ബീച്ചിലോട്ട്. നമ്മൾ പ്രൈവറ്റ് ഐലൻഡ് ടൂറാണല്ലോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഫസ്റ്റ് അവർക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് തന്നെ കുറേ പേരുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിലോട്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ എത്തിയ ടൈമിൽ അവിടെ നിന്ന് നമ്മൾ ഡീറ്റെയിൽസും കാര്യമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പ്രൈവറ്റ് ഐലൻഡ് ടൂറല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേറെ വണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി. അവിടെ നിന്ന് നമുക്ക് പ്രൈവറ്റ് ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിലോട്ട് കയറി. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കരുതിയത് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടുന്നായിരുന്നു. എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോസിലും കാര്യമൊക്കെ കാണാമല്ലോ, അപ്പോൾ ചെറുതായിട്ടുണ്ടെങ്കിലും ഒന്നും ഇല്ലാതിരിക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ കളറും കാര്യമൊക്കെ മാറി ബ്ലൂ കളറായി. അപ്പോൾ എനിക്ക് സത്യം പറയാൻ സമാധാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അടിപൊളിയാണ്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക. പ്രൈവറ്റ് ഐലൻഡ് ടൂർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടീംസിനെ കാണാൻ വേണ്ടി പറ്റും. റോഡ് സൈഡിൽ ഒരു സ്റ്റാൾ പോലത്തെ ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 12,000 രൂപയാണ് ഇന്ത്യൻ മണി വരുന്നത്. അപ്പോൾ നമ്മൾ എടുത്തത് 15,000 രൂപയുടെ ആയിരുന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടെ നല്ലൊരു ഐലൻഡായിരുന്നു എടുത്തത്. അതിലും അടിപൊളിയായിട്ടുള്ള ഐലൻഡ് ഉണ്ട്. അത് കുറച്ച് റഷും ആയിരിക്കും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ നല്ല റേറ്റുമാണ്, 30,000 രൂപ വരുന്നുണ്ട്. നമ്മളെടുത്തത് 15,000 രൂപയുടെ ആയിരുന്നു. അതിൽ നമുക്ക് ഫുഡും കാര്യമൊക്കെ ഇൻക്ലൂഡാണ്. നമുക്ക് 2 ടൈമാണ് വരുന്നത്. ഒന്ന് 8 മണി മുതൽ 1 മണി വരെയുള്ള ടൈമും, ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂണിന് ശേഷം ഒരു ടൈമുമാണ്. 2 to 4:30 അങ്ങനെ എന്തുകൊണ്ട് ടൈം വരുന്നത്. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ക്രാബിൽ നിന്ന് പാത്തോങ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ടാക്സിയും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സി ബുക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ടാക്സിയുടെ ടൈം വന്നിട്ടുള്ളത് 3:20 അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കിയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അത് കഴിഞ്ഞ് റിട്ടേൺ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു 2:20 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഗേജും കാര്യമൊക്കെ അവിടെ തന്നെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ ലഗേജും കാര്യമൊക്കെ നമ്മൾ അവിടെ കൗണ്ടറിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് നമുക്ക് ഫ്രഷ് ആവാനൊക്കെയുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടായിരുന്നു നമ്മൾ ടാക്സിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബോട്ടുമായിട്ട് ബീച്ചിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ മാത്രമായിരുന്നു ആ ബീച്ചിലുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഹാഫ് ആൻ അവർ ഇരുന്നതിന് ശേഷമാണ് ഓരോ ബോട്ടായിട്ട് ഇതേപോലെ വന്ന് പിന്നെ അത്യാവശ്യം റഷായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഫുഡും കാര്യമൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഫ്രൂട്ട്സും കാര്യമൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും. ഡ്രിങ്ക്സും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡും കാര്യമൊക്കെ തന്നു. ഒരു 1 o'clock ഒക്കെ ആയ ടൈമിൽ നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ചിക്കൻ ഐലൻഡ് എന്ന് പറയും. നമ്മുടെ എന്താ പറയുക, ചിക്കൻ്റെ കാലൊക്കെ ഇല്ലേ, ആ ഒരു ഷേപ്പിലാണ് ആ ഒരു ഐലൻഡിൻ്റെ പാറ നിൽക്കുന്നത്. ആ ഒരു ഷേപ്പിലാണ്. സോ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ നമ്മൾ കുറച്ചുകൂടോട്ടേക്ക് എത്തിയ സമയത്ത് വാട്ടറിൻ്റെ കളർ പിന്നും മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഗ്രീൻ ഓർ ബ്ലൂ ഷെയ്ഡായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്ലൈമറ്റും ആയിരുന്നു, വെയിലൊന്നും ഇല്ലാതെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് വിദേശികളായിരുന്നു. ഇന്ത്യൻസ് വളരെ കുറവായിരുന്നു ക്രാബിൽ. നമ്മൾ കാണാനിട്ടാണോ എന്നറിയില്ല, എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. ഒരു 3 കപ്പിൾസിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ ടീം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഫ്രൈഡേ എത്താതെ നോക്കുക. കാരണം എന്താ വെച്ചാൽ ആ ഏരിയയിലൊക്കെ ഫുൾ മുസ്ലിംസ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഫ്രൈഡേ പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് നമുക്ക് ബോട്ടും കാര്യമൊക്കെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് നമുക്കെന്തോ ലക്കുള്ളതുകൊണ്ട് മാത്രം കിട്ടിയതായിരിക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ
പിന്നെ നമുക്ക് ഷെയറിംഗ് ടാക്സി 3:30 വരെയാണ് ലാസ്റ്റ് ടൈം. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രൈവറ്റായിട്ട് ടാക്സി വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും. സോ പ്രൈവറ്റായിട്ട് വിളിക്കുകയാണെങ്കിൽ ഒരു 5,000 രൂപ വരെ വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ചെറിയ ക്യാഷിന് ടാക്സി കിട്ടും. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഫുഡും കാര്യമൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫുഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ടൈം. പിന്നെ ഏകദേശം നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ബോട്ട് വന്നു. സോ നമ്മൾ ബോട്ടിൽ കയറി റിട്ടേൺ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. സോ നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 പേരും മാത്രമായിരുന്നു ബോട്ടിലുള്ളത്. അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ബീച്ചിലോട്ട്. നമ്മൾ പിക്ക് ചെയ്തു. നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. സോ നമ്മൾ ഫ്രഷായി. നമുക്കവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്യാഷൊക്കെ വാങ്ങി നമ്മുടെ വണ്ടി വന്നു. സോ നമ്മൾ വണ്ടിയിൽ കയറി ക്രാബിൽ നിന്ന് മൂവ് ചെയ്യാണ് പാത്തോം ബീച്ചിലോട്ട്. ക്രാബിൽ നിന്ന് പാത്തോം ബീച്ചിലോട്ട് നമുക്ക് ടാക്സി പ്രൈസ് വരുന്നത്, ഷെയറിംഗ് ടാക്സി പ്രൈസ് വരുന്നത് 500 ബാത്താണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.